ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ കൊണ്ടു നിർത്തിയതാ. ഇനി വൈകിട്ട് 8 മണിക്കേ ഉള്ളൂ. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം മണ്ണൊക്കെ വാരിയിട്ട് അത് നമ്മൾ പകുതി അവരുടെ ലൈഫ് കാട്ടിൽ എങ്ങനെയാണ് ആ ഒരു ലൈഫ് നമുക്ക് അവിടെ കാട്ടി കയറ്റി വിടാൻ പറ്റില്ലെങ്കിലും അവരുടെ ആ ഒരു ഇതൊക്കെ ആയിട്ട് മണ്ണൊക്കെ വാരിയിട്ട് മണ്ണൊന്നും വാരിയിടാതെ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആ സമയങ്ങളിൽ അതിനെ അഴിച്ച് മറ്റേ കൊണ്ട് കെട്ടി അതിൻ്റെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് വേറെ ബന്ധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കോലൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ബാക്കിൽ വെച്ചേക്കണം. ചാരിയിട്ടില്ല, വാറാക്കിയിട്ടില്ല. ആളുടെ ഇഷ്ടത്തിന് മണ്ണൊക്കെ വാരിയിട്ടിട്ട് അങ്ങനെ നിൽക്കുക. കളിമൂടാ, ഭയങ്കര കളിക്കാരനാ ഇപ്പം. നോക്കാം എണീക്കാം. പിന്നെന്താ നവാൻറ്റോ നമുക്ക് നമ്മുടെ പരിപാടികൾ നോക്കാം. മണ്ണൊക്കെ വാരിയിട്ട് 2 തലപ്പ് കേട്ട് മതി തലപ്പ് എടുത്തിട്ടെ ആ പൊടിയൊക്കെ അടിച്ചു കളഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വെള്ളമൊക്കെ കൊടുത്ത് ഇതെന്തത് മണ്ണൊക്കെ വാരിട്ടെടുക്കണേ? അത് ശരി. ഞാൻ ഉറങ്ങുമ്പോഴോ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. നിന്നെ ഞാൻ അങ്ങനെ കഴുകി വിളിപ്പിക്കും. സാരമില്ല, ഞങ്ങൾ വിളിപ്പിച്ചോളാം കേട്ടോ. പുറത്ത് മണ്ണടിച്ച് കളയാൻ വേണ്ടിയിട്ട് എടുക്കണം. അത് പുറത്ത് നിറച്ച് മണ്ണാക്കി വെച്ചേക്കുക. അതൊക്കെ എടുക്കാനായിട്ട് ആരോമ്പൽ ശേഖ വരെ എത്തിയിട്ടുണ്ട്. മണ്ണൊക്കെ വാരിട്ടാണ് എന്താടാ മണ്ണ വാരിട്ടാണ് അവൻ ഒരു കട്ടിയ പറ്റില്ല. എന്നോട് കയറിയെന്നറ മക്കളാണ്. വടിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ? മണ്ണ് വാരിട്ടത് പോരാ, ഞാൻ ആടാൻ നീ അല്ലേ ഇതൊക്കെ വാരിട്ട് ആ ചക്കനെങ്ങാനും വീണല്ലേ നല്ല പീസ് കൊടുക്കൂടാ. നമ്മുടെ പരിപാടി സമയത്ത് മാത്രം അടിപൊളിയായിട്ട് ഇന്നാ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ മണ്ണ് വാരിയിട്ടോ തല കുത്തി നിറയെ എല്ലാം അടിയും ചെയ്തോട്ടെ. തട്ടിക്കളഞ്ഞ അതിനുള്ളതല്ലേ ഉള്ളൂ. ഫോണിലെ പച്ചമണ്ണായോണ്ടേ കാണിക്കണോക്കെ. കൈ എവിടെ കടിയാ? കൈ എവിടെ കെട്ടാൻ? കുറച്ച് കെട്ടാനോ കയ്യ അവിടെ? അത് കെട്ടിക്കുന്നത് നീ അവിടെ അന്നാണ്ട് കൂലപ്പോ അടാ കെട്ടാനോ കയ്യ അവിടെ? കയ്യ അവിടെ കേട്ടാ
അത് മനഃപൂർവ്വമാണ്. സത്യമായിട്ട് മേത്ത് മനഃപൂർവ്വമായിട്ട് അല്ല 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 അറിഞ്ഞോണ്ടല്ല മനഃപൂർവ്വം. മിണ്ടായിരുന്നാ മതിയായിരുന്നു. ചോദിച്ചു മേടിച്ചിപ്പോ ക്യാമറ പിടിച്ച് നിന്നാ മതിയായിരുന്നു. അല്ല ക്യാമറ അല്ല, ഇത് നമ്മളെന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്കും കൂടി കാണാൻ ആഗ്രഹം ഉണ്ടാവും. നമ്മളെന്തൊക്കെ ചെയ്യണം. സാധാരണ ഇപ്പോൾ ചങ്ങലയൊന്നും തള്ളൂല, ആന കയറ് കെട്ടി വാറാക്കി കോല് പോലെ കൂട്ട് പിന്നെ അനങ്ങാൻ പറ്റാണ്ട് രീതിയിലേക്ക് നിർത്തുക. ഞാൻ അതിനോടൊന്നും യോജിപ്പുള്ള ആളല്ല. ഞാൻ അങ്ങനെ അയച്ചുവിട്. നമുക്ക് പരിപാടിയൊന്നുമില്ല. പരിപാടി കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് നിന്ന് അപ്പോൾ ഒരു 5-6 മണിക്കൂർ ചുമ്മാ പോവുക. അപ്പോൾ അന്നേരം ഇച്ചിരി മണ്ണൊക്കെ വാരിയിട്ട് അതിൻ്റെ ആ മണ്ണ് വാരി ഇടുമ്പോൾ അവർക്ക് ആരോഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അതുമാതിരി തന്നെ ഓരോ ശരീരഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ മണ്ണ് വാരിയിട്ട കറക്റ്റാവും. ഞാൻ പറഞ്ഞല്ല കേട്ടോ, പഴയ ആൾക്കാരുകൾ കേട്ടേക്കണത് നമ്മൾ അതുപോലെ തന്നെ അവരുടെ വാക്കുകൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊണ്ട് നടക്കണം. ഞാൻ പറയണത് ഒരു ഇപ്പോഴത്തെ ആൾക്കാരുടെ അല്ല കേട്ടോ, ഒരു 10-75-80 വയസ്സൊക്കെ ഉള്ള പഴയ ആലിസ് മരിക്കല്ലേ, ആലിസ് ഇല്ല അതൊന്നും ഇരിക്കണ്ട. അത് ഞാനും മുഴച്ചാലേ അടങ്ങി നിന്നാനെന്ന് ഒരു 10-75-80 വയസ്സുള്ള ആൾക്കാരും കോടനാട് ആന കൂട്ടിലൊക്കെ ആന കെട്ടി പഴക്കിയിട്ടുള്ള ചേട്ടന്മാർ അങ്ങനെയുള്ള പഴയ ആൾക്കാരുകളൊക്കെ പണ്ട് അങ്ങനെയുള്ള ആൾക്കാരുകളെ തെരഞ്ഞു പിടിച്ച് പോയി പണ്ട് കാലങ്ങളിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾക്കൊക്കെ അറിയണ ആൾക്കാരുടെ അടുത്ത് പോയി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്നും. അപ്പോൾ പഴയ പോലെയല്ല, സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെ ഫ്രീ ആക്കി വിടുക. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കഴുകി ഇപ്പോൾ അവിടെ ചെന്നാൽ കഴുകിയപ്പോൾ എന്നിട്ട് ഇത്തിരി വെള്ളം എടുത്ത് വന്ന് അതിൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ഇവിടെ എന്തൊരു നേരം വേണം. 1.5 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയാണ് മാറ്റി വെച്ചാൽ പോരാ. അപ്പോൾ ആന ഒന്നും കൂടി ഉഷാറായി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വെട്ടിയിട്ട് കൊടുക്കുന്ന സാധനം ആന നല്ലോണം കഴിക്കും. ഈ ചില ആനകളുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. എന്ത് നന്ദി നമ്മൾ അങ്ങോട്ട് കാണിച്ചാലും ഇല്ല, അത് തിരിച്ച് ഇങ്ങോട്ടില്ല. അവരവരുടെ ആ കാട സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം അങ്ങോട്ട് കാണിക്കുമ്പോൾ അത് തിരിച്ചത് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ചില ആനകളുണ്ട് നമ്മൾ എന്തോരം കാണിച്ചിട്ട് കാര്യമില്ല. അവർക്ക് മറ്റേ കാരണന്മാർ പറയില്ലേ, മറ്റേ തെറിക്ക് ഉത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ കേട്ടുള്ള അതുപോലെ തന്നെ നല്ല കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ആനകളുണ്ട് കേട്ടോ. എല്ലാ ആനകളെയും ഒരുപോലെ ഒന്നും കാണരുത്. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള എല്ലാ ആനകളെയും ഇതുപോലെ പരിപാലിക്കാൻ പറ്റില്ല കേട്ടോ. ആനകളെ നോക്കിയും കണ്ടും പരിപാലിച്ചില്ലാണ്ട് വാറാക്കണ്ടൊക്കെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഓടിയണ ആനകളുണ്ട്. അപ്പം നമ്മൾ പെടും. ഇത് പിന്നെ അങ്ങനെ വലിയതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ അഴിച്ചു വിട്ട് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി കയറുന്ന ഒരു ആനേനെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും നിർത്താൻ പറ്റിയെന്ന് വരില്ല. കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടി വലിച്ച് കെട്ടിയിടണം. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതിപ്പോൾ ആ ആനക്കാർക്ക് വേറെ ഓപ്ഷനും ഇല്ല. അതാണ് പറയണത്. നമ്മൾ ആനയെ അറിഞ്ഞ് പെരുമാറാൻ പറയണത് ഇതാണ്. അവരുടെ സ്വഭാവങ്ങളനുസരിച്ച് നമ്മൾ പെരുമാറ്റം മാറ്റിക്കൊണ്ടിരിക്കും. ആ ചെക്കനവിടെ മുകളിലിരുന്നത് വലിയ ഇങ്ങനെ എന്നെ പറഞ്ഞ നല്ല വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞില്ല ചെക്കൻ മുകളിൽ പോവാന്ന്. പിന്നെ എന്നാ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തേടി കിട്ടാം. അപ്പോൾ കൂടുതൽ ടക്രാസിൽ വന്ന് ഞാൻ അടിച്ച് പോകുമ്പോൾ ഞാനങ്ങോട്ട് പരിചയപ്പെടാം. എൻ്റെ സ്വഭാവം നമുക്ക് അറിയില്ല. നോക്കിയിരിക്കുക മനോഹരി നോക്കിയിരിക്കാം. ഇവിടെ കയറി ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഞാൻ ഇങ്ങോട്ട് കയറി ഞാൻ കെട്ടിക്കാനോ വയ്യ അവിടെ, കെട്ടാനോ വയ്യ അവിടെ, കുറച്ച് കെട്ടാനേ. പിന്നെ എന്നാ എന്തെങ്കിലും പറഞ്ഞ കത്തിക്കോ. ഞങ്ങൾക്ക് തല്ല അറിയാൻ പാടില്ലായിരിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് തല്ലാനും അറിയാം. ഞങ്ങൾ 3-4 ആൾക്കാരും ഉണ്ട്. ഇഷ്ടം പോലെ ആയുധങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ വേണോ വേണ്ടതെന്ന് നീ തീരുമാനിക്കണം. നമ്മൾ ഒരു ക്ഷീണം നടന്നില്ല. ഒരു കണ്ണക്കിനൊക്കെ ഒരു മന്നത ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ മണ്ണൊക്കെ പോയി അതെന്താന്നറിയോ? കണ്ണൊക്കെ നല്ല രീതിയില്ല തുറന്നു. അതെന്നാന്നറിയോ? അത് മണ്ണൊക്കെ വാരിയിട്ട് അതിന് റിലാക്സ് ആയി. അതാണ്. അപ്പൊ അവന് ആ ഒരു സമാധാനം കിട്ടി. അപ്പൊ അവൻ നമ്മുടെ കൂടെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ കുളിക്കാതെ കുറച്ച് നേരം ഇരുന്നിട്ട് കുളിച്ച് കഴിയുമ്പോൾ ഒരു സുഖമുണ്ട്. അത് നമ്മൾ അവിടെ
അവിടെ ചെന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് കയ്യും കാലും വെറുതെ ചുമ്മാ കൈകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൂശി മതി. ഇനിയിപ്പോൾ രാത്രിയല്ല ആര് കാണാനാണ്? ഈ ചെളി ഇരുന്നാലും വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇരുത്താൻ സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ ഇരുത്തി തട്ടി കഴിഞ്ഞാൽ 5 മിനിറ്റത്തെ കേസുള്ളൂ. പക്ഷേ ഇവിടെ ഇരുത്താൻ പറ്റില്ല. കാരണം ഈ കാട് മറ്റേ മെഷീന് വെട്ടിയതാ. മെഷീന് വെട്ടി വെച്ചേക്കണ കാരണം കൊണ്ട് ഇവിടെ കണ്ടോ കുറ്റികൾ നോക്കണുണ്ടോ? ഇത് കണ്ടോ, ഇതൊക്കെ കുറ്റികളാണ്. ഇതുപോലത്തെ സ്ഥലം ഇത് മൊത്തം ഞങ്ങളെ നിർത്താനുള്ള സ്ഥലം മാത്രം ഒന്ന് ഇതാക്കി നിർത്തിയതാ. അവിടെയൊക്കെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടു കയറും. പിന്നെ അറിഞ്ഞോട്ടല്ല അറിഞ്ഞോണ്ടല്ല മൺപൂർവല്ലേ. എന്നില്ല ഔഷധ ഗുണമില്ലേ? എന്നില്ല ഔഷധ ഗുണമില്ലേ? എന്നില്ല ഔഷധ ഗുണമില്ലേ? എന്നില്ല ഔഷധ ഗുണമില്ലേ? ഇങ്ങനെ കാണിക്കുന്നുണ്ടാ, നോക്കിയിരുന്നോട്ടാ. ഇങ്ങനെ കാണിക്കും. ഞാൻ കണ്ട് എന്നാലും കുറച്ചേരം പുള്ളിക്ക് ഇങ്ങനെ പുറത്തൊന്നും കയറി പൊടി തട്ടി ശീലം ഉണ്ടാവൂല. കുറച്ചും പാടില്ല മുതുക് പൊക്കിയത്, പുറം കാലിങ്ങനെ പൊക്കി ഇങ്ങനെ. അതിങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ കാണിക്കും. അറിയാണ്ട് ഞാൻ കാണാണ്ടാണ് അതൊക്കെ കാണിക്കണത്. സർക്കസ് അല്ലേ? സർക്കസല്ല, പുള്ളിക്ക് ഇപ്പോൾ ചെറിയ ഭയങ്കര നല്ല ഓൺ മൂഡിലല്ലേ നിൽക്കണേ. ഇനി അവിടെ ചെന്ന് കയ്യും കാലൊക്കെ കഴുകി വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കൂടി പവറേഷാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എത്ര ആന ആക്റ്റീവായി വരുന്നവരും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആനയ്ക്ക് നമ്മളെ നല്ല വിശ്വാസം ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഒരിക്കലും ഇവരെ വിശ്വസിക്കില്ല. ഇവരെപ്പോൾ വേണമെങ്കിലും നമ്മുടെ മകട്ടേക്ക് കയറി വരാനും നമുക്കിട്ട് ഒരു പണി തരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നോക്കാൻ. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നന്ദപ്പന് ഭയങ്കര സ്നേഹം വിളിക്കുമ്പോൾ ആന ഓരോന്ന് പറയണു, കാര്യങ്ങളൊക്കെ ചെയ്യണു. പക്ഷെ അവരുടെ സ്വഭാവങ്ങളും അവരുടെ മൂവ്മെൻറ്റുകളും കറക്റ്റായിട്ട് നമുക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അറിയിക്കോ നല്ല ആ തലപ്പുറത്തിട്ട് അവിടെ ഇവിടെ തട്ടി അങ്ങനെ നോക്കിയാൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കൈകാലൊക്കെ കഴുകി വരുമ്പോൾ ഓണം. ഉച്ച എവിടെ ഇരിക്കണ? വണ്ടിയിലാണോ? കൂട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം കൂടെ എല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്.